രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഏത് പാർട്ടിയിലാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് കോൺഗ്രസിലാണെന്ന്. ഒരു വശത്ത് അധികാരം പിടിക്കാനുള്ള വലിയ അവകാശവാദങ്ങൾ, മറുവശത്ത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ തീരാത്ത അധികാരപ്പോരും കസേര യുദ്ധവും. പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ ഗതികേടിന്റെ അങ്ങേയറ്റമെത്തി എന്ന് വേണം പറയാൻ. ലോക്സഭയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത എംപിമാരെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ക്യൂ നിൽക്കുകയാണ്. ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിന് പകരം മറ്റൊരു കസേര ലക്ഷ്യമിട്ട് ഓടുന്ന നേതാക്കളെ കാണുമ്പോഴേ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികത മനസ്സിലാവും. 40 പേരെങ്കിലും ഉൾപ്പെടുത്തി ആദ്യ പട്ടിക തയ്യാറാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ നടത്തുന്ന മാരത്തൺ ചർച്ചകൾക്ക് 5 എംപിമാർ വെല്ലുവിളിയാവുകയാണ്. നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന കെ സുധാകരനും അടൂർ പ്രകാശനുമൊപ്പം 3 എംപിമാർ കൂടി ചേർന്നതോടെ തള്ളാനും കൊള്ളാനുമാകാത്ത അവസ്ഥയിലാണ് KPCC. ശശി തരൂർ, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് സീറ്റ് ആവശ്യപ്പെട്ട മറ്റ് 3 എംപിമാർ. ആരെയും മത്സരിപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും. ഇവർ മത്സരിച്ചാൽ ഈ 5 ലോക്സഭാ സീറ്റും നഷ്ടമാകുമെന്നാണ് ഔദ്യോഗികമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ്. താൻ മത്സരിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമെന്നാണ് MK രാഘവന്റെ വാദം. അതേസമയം സുധാകരനെ മാറ്റി നിർത്തിയാൽ കണ്ണൂർ ജില്ലയടക്കം പല ഭാഗങ്ങളിലും വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഒപ്പമുള്ള നേതാക്കളുടെ മുന്നറിയിപ്പ്. സുധാകരനെ വെട്ടാൻ ആർക്കാണ് തിടുക്കമെന്നും അപമാനിച്ചിറക്കി വിടാൻ ആര് ശ്രമിച്ചാലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രഖ്യാപിക്കുന്നുണ്ട്. സുധാകരന്റെ അനുയായി ജയന്ത് ദിനേശ് ഫേസ്ബുക്കിൽ കുറിച്ചതും ഇതേ വികാരമാണ്. അതിനിടെ KC വേണുഗോപാൽ മത്സര രംഗത്തുണ്ടാകണമെന്ന് ഹൈക്കമാൻഡ് നിർബന്ധിക്കുന്നതായും അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ മത്സരിക്കുന്ന എംപിമാരുടെ എണ്ണം ഇനിയും കൂടും. വേണുഗോപാൽ മത്സരിക്കാതിരിക്കാനാണ് എംപിമാർ ആരും മത്സരിക്കേണ്ടെന്ന നിലപാട് സതീശനും ചെന്നിത്തലയും സ്വീകരിച്ചത് തന്നെ. ഏഷ്യാനെറ്റ് ന്യൂസ് യൂട്യൂബ് പോളിലെ ഇന്നലത്തെ ചോദ്യം എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. ജനാഭിപ്രായം എംപിമാർക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. വൈകിട്ട് 6 മണിവരെ വോട്ട് ചെയ്ത 21,000 പേരിൽ 15% പേർ എംപിമാർ മത്സരിക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ 82% പേർ എതിർക്കുകയാണ് ചെയ്തത്. ഏത് പാർട്ടിയുടെ എംപിമാർ നിന്നാലും തോൽക്കണമെന്നും പാർട്ടി നോക്കാതെ ഒറ്റക്കെട്ടായി തോൽപ്പിക്കണമെന്നുമാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. ജനങ്ങളുടെ നികുതി പണം വെറുതെ കളയുന്ന ഇത്തരക്കാരെ രാഷ്ട്രീയം നോക്കാതെ തോൽപ്പിക്കണം. സംസ്ഥാന ഖജനാവ് നഷ്ടത്തിലാക്കുന്ന ഇത് തുടരാൻ പാടില്ലാത്തതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനത്തിന് ഇത്തരം ബാധ്യതകൾ ഉണ്ടാക്കരുത്. പഴയ കാലമല്ല എന്നോർക്കുക. തിരിച്ചടിക്കുമെന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പിന്നീട് ഒഴിവ് വരുന്ന പാർലമെന്റ് സീറ്റിലേക്കുള്ള മുഴുവൻ ഇലക്ഷൻ ചെലവും ഇവരിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വേണം ഇവരെ നിയമസഭാ സ്ഥാനാർത്ഥിയായി നിർത്താൻ. അല്ലാതെ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് ഒരു വ്യക്തി പല പ്രാവശ്യം മത്സരിക്കുക എന്നത് അംഗീകരിക്കപ്പെടേണ്ട കാര്യമല്ല എന്നായിരുന്നു ഒരാളുടെ കമന്റ്. എംപിമാർ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രീതി എന്നാണ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ പറഞ്ഞത്. ഖജനാവിന് അധിക ചെലവ് വരുത്തുന്നുവെന്നും ചാക്കോ കാളാംപറമ്പിൽ ആരോപിക്കുന്നുണ്ട്. ജനങ്ങൾ എംപിമാരെ പാർലമെന്റിലേക്ക് അയച്ചത് മധ്യേ വഴിമാറി മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല. ഒരു സീറ്റ് കിട്ടിയാൽ ഉടൻ മറ്റൊരു കസേര തേടുന്ന ഈ രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തെ അവഹേളിക്കുന്നതാണ്.